ഹലോ PSC ആസ്പിരൻസ്, നവോത്ഥാനത്തിൻ്റെ മോക്ക് ടെസ്റ്റാണ്, രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ബുക്കും പെന്നും ഒക്കെ എടുത്തിട്ട് വരിക. എന്നിട്ട് ഓരോ ചോദ്യം വായിക്കും. 40 ചോദ്യങ്ങളാണുള്ളത്. PSC ബുള്ളറ്റിനിൽ നിന്നുള്ള ചോദ്യങ്ങളാണിത്. 40 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം കേൾക്കുക, വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഉത്തരം എഴുതുക, അതിനുശേഷം ഉത്തരം ചെക്ക് ചെയ്യുക. ആദ്യത്തെ ടെസ്റ്റ് എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ടെസ്റ്റിൻ്റെ മാർക്കും ഈ ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ മാർക്കും കൂടി ചേർത്ത് വേണം കമൻറ്റ് ചെയ്യാൻ. അതവിടെ നിങ്ങളുടെ റെക്കോർഡായിട്ട് അവിടെ കിടന്നോട്ടെ. കാരണം നിങ്ങൾക്ക് ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ടെസ്റ്റ് എഴുതുക. ടെസ്റ്റിലേക്ക് പോകാം. ഒരു കാര്യം കൂടി, ക്വസ്റ്റ്യനും ഓപ്ഷൻസും വായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ ക്വസ്റ്റ്യൻ കാണണം, ചിലപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫുൾ സ്ക്രീനിലിട്ടിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും. ആദ്യത്തെ ചോദ്യം, ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കുന്നതിന് തൈക്കാട് അയ്യയ്ക്ക് സഹായം നൽകിയത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അയ്യ വൈകുണ്ഠർ, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി സുന്ദരം പിള്ള, ഓപ്ഷൻ ഡി മഗ്രിഗർ. ആരാണ് ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കുന്നതിന് തൈക്കാട് അയ്യയ്ക്ക് സഹായം നൽകിയത്? വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ആൻസർ സി ആണ്, സുന്ദരം പിള്ള. ആൻസർ ഓപ്ഷൻ സി, സുന്ദരം പിള്ള. രണ്ടാമത്തെ ചോദ്യം, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മുക്കുത്തി സമരത്തിന് വേദിയായത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പന്തളം, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി പതിയൂർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മുക്കുത്തി സമരത്തിന് വേദിയായത് എവിടെയാണ്? ഉത്തരം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, പന്തളമാണ്. അടുത്ത ചോദ്യം, മലയാള ലിപിയിൽ പുസ്തകമിറക്കിയ ആദ്യ മുസ്ലിം എഴുത്തുകാരൻ ആരാണ്? മലയാള ലിപിയിൽ പുസ്തകമിറക്കിയ ആദ്യ മുസ്ലിം എഴുത്തുകാരൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ മക്തി തങ്ങൾ, ഓപ്ഷൻ ബി ഷെയ്ഖ് സൈനുദ്ദീൻ, ഓപ്ഷൻ സി മമ്പുറം തങ്ങൾ, ഓപ്ഷൻ ഡി മൊയ്തീൻകുട്ടി വൈദ്യർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, മക്തി തങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ എ, മക്തി തങ്ങൾ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: എ ചെമ്പഴന്തി, ഓപ്ഷൻ ബി വർക്കല, ഓപ്ഷൻ സി അരുവിപ്പുറം, ഓപ്ഷൻ ഡി അമ്പലപ്പുഴ. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? ഉത്തരം അരുവിപ്പുറമാണ്. ഉത്തരം സി, അരുവിപ്പുറമാണ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വക്കം മൗലവി, ഓപ്ഷൻ ബി പി രാജഗോപാലാചാരി, ഓപ്ഷൻ സി AK ഗോപാലൻ, ഓപ്ഷൻ ഡി CF ആൻഡ്രൂസ്. ആരാണ് സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത്? ഉത്തരം എ ആണ്, വക്കം മൗലവി. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, സഭ എന്ന സംഘടനകളുടെ പേര് ചേർത്ത് വിവിധ സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സഭ എന്ന സംഘടനകളുടെ പേരിൽ ചേർത്ത് വിവിധ സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആറാമത്തെ ചോദ്യം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി ആഗമാനന്ദൻ, ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആഗമാനന്ദൻ. ഓപ്ഷൻ ബി ആഗമാനന്ദനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ചോദ്യം 7, ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. കളവങ്കോട്, മംഗലാപുരം, ഉല്ലല, അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണെന്ന്? ഉത്തരം എഴുതിയല്ലോ. ഉത്തരം സി ആണ്, ഉല്ലലയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. എട്ടാമത്തെ ചോദ്യം, നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കാനായി 1935 കൊടുമുണ്ട കോളനി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായി 1935 കൊടുമുണ്ട കോളനി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ AK ഗോപാലൻ, ഓപ്ഷൻ ബി K കേളപ്പൻ, ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി EMS. ഉത്തരം ഓപ്ഷൻ സി ആണ്, VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യം, 23ാമത്തെ വയസ്സിൽ കാൽനടയായി സബർമതിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ബി K കേളപ്പൻ, ഓപ്ഷൻ സി ആനന്ദ തീർത്ഥൻ, ഓപ്ഷൻ ഡി AK ഗോപാലൻ. 23ാമത്തെ വയസ്സിൽ കാൽനടയായി സബർമതിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്.
ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആനന്ദ തീർത്ഥൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആനന്ദ തീർത്ഥൻ. അടുത്ത് നോക്കാം. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശരിയായ ഉത്തരം കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. ഏത് പ്രസിദ്ധീകരണത്തിലാണ് ശ്രീനാരായണ ഗുരു 1916 നമുക്ക് ജാതിയില്ല എന്ന് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രബുദ്ധ കേരളം, ഓപ്ഷൻ ബി അഭിനവ കേരളം, ഓപ്ഷൻ സി വിവേകോദയം, ഓപ്ഷൻ ഡി മിതവാദി. ഏത് പ്രസിദ്ധീകരണത്തിലാണ് ശ്രീനാരായണ ഗുരു 1916 നമുക്ക് ജാതിയില്ല എന്ന് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്രബുദ്ധ കേരളം. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവിനെ മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മൂർക്കോത്ത് കുമാരൻ, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി ഡോക്ടർ പൽപ്പു. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളിയാണ്. ഓപ്ഷൻ സി അയ്യങ്കാളി. അടുത്ത് നോക്കാം. 13ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദീനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ, ഓപ്ഷൻ ബി വി ആർ കൃഷ്ണയ്യർ, ഓപ്ഷൻ സി കെ രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദീനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദീനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1865, ഓപ്ഷൻ ഡി 1896. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. ശരിയുത്തരം 1929, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 15. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി കോഴിക്കോട്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ്? ശരി ഉത്തരം കോഴിക്കോടാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, കോഴിക്കോട്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന ഏതാണ്? കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഓപ്ഷൻ ബി ജമയത്തുൽ ഉലമ, ഓപ്ഷൻ സി കേരള മുജാഹിദീൻ, ഓപ്ഷൻ ഡി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഏതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ചത്? ഉത്തരം ഡി ആണ്, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ് റൈറ്റ് ആൻസർ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അടുത്ത ചോദ്യം നോക്കാം. തളി റോഡ് സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തളി റോഡ് സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ടി കെ മാധവൻ, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി ടി വി കൃഷ്ണൻ, ഓപ്ഷൻ ഡി സി കൃഷ്ണൻ. ആരാണ് തളി റോഡ് സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ടി കെ മാധവൻ, വാഗ്ഭടാനന്ദൻ, ടി വി കൃഷ്ണൻ, സി കൃഷ്ണൻ. ആരാണ്? ശരി ഉത്തരം ഡി ആണ്, സി കൃഷ്ണനാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എ കല്യാണദായിനി സഭ, ഓപ്ഷൻ ബി സുഗുണവർദ്ധിനി, ഓപ്ഷൻ സി സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം, ഓപ്ഷൻ ഡി അരയ സമാജം. അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കല്യാണദായിനി സഭ, സുഗുണവർദ്ധിനി, സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം, അരയ സമാജം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സുഗുണവർദ്ധിനി. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ബി
ആഗമാനന്ദ സ്വാമികൾ. ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ആരാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്? ശരി ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം 20. ആലുവയിൽ ശ്രീനാരായണ ഗുരു സേവികാ പ്രസ്ഥാനം ആരംഭിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ ബി സി കേശവൻ. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ഡി കുമാരനാശാൻ. ആരാണ് ആലുവയിൽ ശ്രീനാരായണ സേവികാ പ്രസ്ഥാനം ആരംഭിച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പനാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം 21. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഭവമാണ് 1936 നടന്നത് അല്ലാത്തത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഭവമാണ് 1936 അല്ല നടക്കാത്തത് എന്നാണ്. ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം. ഓപ്ഷൻ ബി പട്ടിണി ജാഥ. ഓപ്ഷൻ സി വൈദ്യുതി സമരം. ഓപ്ഷൻ ഡി യാചനായാത്ര. ഏത് സംഭവമാണ് 1936 അല്ലാതെ നടന്നത്? ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി യാചനായാത്ര. അടുത്ത ചോദ്യം 22. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒടുവിൽ രൂപം കൊണ്ടത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ SNDP യോഗം. ഓപ്ഷൻ ബി സാധുജന പരിപാലന യോഗം. ഓപ്ഷൻ സി PRDS. ഓപ്ഷൻ ഡി ബാലസമുദായ പരിഷ്കരണി സഭ. ഏതാണ് ഒടുവിൽ രൂപം കൊണ്ടത്? SNDP യോഗം, സാധുജന പരിപാലന സംഘം, PRDS, ബാല സമുദായ പരിഷ്കരണി സഭ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ബാലസമുദായ പരിഷ്കരണി സഭ. അടുത്ത ചോദ്യം സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ബി ആലത്തൂർ ശിവയോഗി. ഓപ്ഷൻ സി ശുഭാനന്ദ ഗുരുദേവൻ. ഓപ്ഷൻ ഡി ആഗമാനന്ദൻ. ആരാണ് സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആഗമാനന്ദനാണ്. അടുത്ത ചോദ്യം 1938 സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ ബി EMS. ഓപ്ഷൻ സി AK ഗോപാലൻ. ഓപ്ഷൻ ഡി പട്ടം താണുപിള്ള. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, സഹോദരൻ അയ്യപ്പൻ. 25-ാമത്തെ ചോദ്യം ചിന്താ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ സി MC ജോസഫ്. ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. ചിന്താ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, MC ജോസഫ് ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 26. പുലയരാതി ദളിത വിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ആദ്യമായി നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അയ്യങ്കാളി. ഓപ്ഷൻ ബി പൊയ്കയിൽ യോഹന്നാൻ. ഓപ്ഷൻ സി TT കേശവൻ ശാസ്ത്രി. ഓപ്ഷൻ ഡി PK ഗോവിന്ദപിള്ള. ശരി ഉത്തരം PK ഗോവിന്ദപിള്ളയാണ്. ശരി ഉത്തരം ഡി ആണ്. അടുത്ത ചോദ്യം 27. ശ്രീനാരായണ ഗുരു ഏറ്റവും അവസാനം പങ്കെടുത്ത പൊതുചടങ്ങായ SNDP യോഗത്തിൻ്റെ വിശേഷാൽ പൊതുയോഗം 1928 ജനുവരി 18 എവിടെ വെച്ചാണ് നടന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വർക്കല. ഓപ്ഷൻ ബി ചെമ്പഴന്തി. ഓപ്ഷൻ സി കോട്ടയം. ഓപ്ഷൻ ഡി അരുവിപ്പുറം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കോട്ടയമാണ്. 28-ാമത്തെ ചോദ്യം കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ AK ഗോപാലൻ. ഓപ്ഷൻ ബി EMS. ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ഡി C കേശവൻ. ആരാണ് കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം 29. ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ ബി കുമാരനാശാൻ. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ഡി C കേശവൻ. ശരി ഉത്തരം സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത ചോദ്യം
അധസ്ഥിതരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 1931 പയ്യന്നൂരിൽ സബർമതി ആശ്രമത്തിൻ്റെ മാതൃകയിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? 30ാമത്തെ ചോദ്യമാണ്. അധസ്ഥിതരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 1931 പയ്യന്നൂരിൽ സബർമതി ആശ്രമത്തിൻ്റെ മാതൃകയിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻസ് വായിച്ചില്ലല്ലോ. ഓപ്ഷൻ എ ആനന്ദ തീർത്ഥൻ, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി മൂർക്കോത്ത് കുമാരൻ, ഓപ്ഷൻ ഡി സി കൃഷ്ണൻ. ശരി ഉത്തരം ഓപ്ഷൻ എ ആനന്ദ തീർത്ഥനാണ്. അടുത്ത ചോദ്യം നോക്കാം. 31. കേരളത്തിൽ മുസ്ലിങ്ങളുടെ ആദ്യത്തെ സാമൂഹിക ക്ഷേമസഭയായ മൗനത്തിൽ ഇസ്ലാം സഭ സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻ എ കല്ലായി, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി പൊന്നാനി, ഓപ്ഷൻ ഡി തിരൂർ. ശരി ഉത്തരം ഓപ്ഷൻ സി പൊന്നാനിയാണ്. അടുത്ത ചോദ്യം 32. തിരുവനന്തപുരത്ത് 1902 ആരംഭിച്ച കേരള പഞ്ചികയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? കേരള പഞ്ചികയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? ഓപ്ഷൻ എ മാർത്താണ്ഡൻ തമ്പി, ഓപ്ഷൻ ബി സി പി ഗോവിന്ദപിള്ള, ഓപ്ഷൻ സി എം ഗോവിന്ദൻ, ഓപ്ഷൻ ഡി കെ രാമകൃഷ്ണപിള്ള. ശരി ഉത്തരം കെ രാമകൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 33. 1907 കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ സി കൃഷ്ണപിള്ള, ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ സി ജി പി പിള്ള, ഓപ്ഷൻ ഡി സി വി രാമൻപിള്ള. 1907 കേരളീയ നായർ സമാജം സ്ഥാപിച്ചത്. ശരി ഉത്തരം എ ആണ്, സി കൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. 34ാമത്തെ ചോദ്യം. കേരള കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പരവൂർ കേശവനാശാൻ, ഓപ്ഷൻ ബി കെ സുകുമാരൻ, ഓപ്ഷൻ സി മൂലൂർ എസ് പത്മനാഭ പണിക്കർ, ഓപ്ഷൻ ഡി സി വി കുഞ്ഞുരാമൻ. കേരള കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ്. അടുത്ത ചോദ്യം 35. 1903 മലബാറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി തലശ്ശേരി. 1903 മലബാറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. 35ാമത്തെ ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, കോഴിക്കോട്. ഓപ്ഷൻ എ കോഴിക്കോട്. അടുത്ത ചോദ്യം. ശ്രീനാരായണ ഗുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ച സ്ഥലം. ഓപ്ഷൻ എ മംഗലാപുരം, ഓപ്ഷൻ ബി കാരമുക്ക്, ഓപ്ഷൻ സി തലശ്ശേരി, ഓപ്ഷൻ ഡി മുരുക്കുംപുഴ. ശ്രീനാരായണ ഗുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ മംഗലാപുരം ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ മംഗലാപുരം ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 37. സ്വാമി ആര്യഭടൻ ആരുടെ പ്രമുഖ ശിഷ്യനായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി തൈക്കാടയ്യ, ഓപ്ഷൻ സി അയ്യ വൈകുണ്ഠർ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. സ്വാമി ആര്യഭടൻ ആരുടെ പ്രമുഖ ശിഷ്യനായിരുന്നു? റൈറ്റ് ആൻസർ ഇസ് ഡി വാഗ്ഭടാനന്ദൻ. സ്വാമി ആര്യഭടൻ ആരുടെ പ്രമുഖ ശിഷ്യനായിരുന്നു? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അടുത്തത് വി ടി സ്മാരക ട്രസ്റ്റിൻ്റെ ആസ്ഥാനം. 38ാമത്തെ ചോദ്യം. വി ടി സ്മാരക ട്രസ്റ്റിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ എ അങ്കമാലി, ഓപ്ഷൻ ബി ഇരിങ്ങാലക്കുട, ഓപ്ഷൻ സി ചെറായി, ഓപ്ഷൻ ഡി തൃശ്ശൂർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ അങ്കമാലി. അടുത്ത ചോദ്യം 39. പഞ്ചപാണ്ഡവരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിക്കുന്ന 5 ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ്? പഞ്ചപാണ്ഡവരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിക്കുന്ന 5 ശിഷ്യന്മാരുണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ്? ഓപ്ഷൻ എ അയ്യ വൈകുണ്ഠർ, ഓപ്ഷൻ ബി ആലത്തൂർ ശിവയോഗി, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമി, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അയ്യ വൈകുണ്ഠർ. ശരി ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 40. 1903 കോഴിക്കോട് വെച്ച് നടന്ന പ്രഥമ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1903 കോഴിക്കോട് വെച്ച് നടന്ന പ്രഥമ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ സി വിജയരാഘവനാചാരി, ഓപ്ഷൻ ബി സി പി രാമസ്വാമി അയ്യർ, ഓപ്ഷൻ സി ആനി ബസന്റ്, ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ. ആരാണ് 1903 കോഴിക്കോട് നടന്ന പ്രഥമ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സി വിജയരാഘവാചാര്യർ.
സി വിജയരാഘവ ആചാര്യരാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ 40 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര എണ്ണം തെറ്റിയിട്ടുണ്ടോ അതൊന്നും നിങ്ങളിനിയും ജീവിതകാലത്ത് മറക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് എഴുതണം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ വീണ്ടും മോക്ക് ടെസ്റ്റുകളുമായിട്ട് കാണാം. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റിൻ്റെ മാർക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇതിനകത്ത് കമൻറ്റിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഓരോ സീരീസ് കഴിയുമ്പോഴും അറിയാൻ പറ്റും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് മാർക്ക് കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.